ഹലോ, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തക്കാളിയും ഉള്ളിയും വെച്ചിട്ട് ഒരു അടിപൊളി ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല പുളിയുള്ള തക്കാളിയാണ്, അതുകൊണ്ട് തന്നെ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. അപ്പോൾ തക്കാളി ഞാൻ ആദ്യം ഒന്ന് ചുട്ടെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ചുട്ടെടുക്കുമ്പോൾ വേണമെങ്കിൽ അടുപ്പിൽ വെച്ചിട്ടും ചൂടാം. ഞാനിപ്പോൾ കാണിക്കാനുള്ള എളുപ്പത്തിന് ഗ്യാസിൽ വെച്ചിട്ടാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ചുട്ടെടുക്കുമ്പോൾ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ചുട്ടെടുക്കുക, എന്നാലാണ് ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ ഏകദേശം ചുട്ടും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉള്ളി വേണം. ഈ ചമ്മന്തി ഒന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതിന് ഞാൻ കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയുടെ തൊലി ഒന്നും കളയണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ തൊലി കളയാത്തത് കാരണം തന്നെ ഈ ഉള്ളി നമ്മൾ വറുത്തെടുക്കണേ മുന്നേ ആയിട്ട് ഒന്ന് കഴുകിയേക്കാം. അപ്പോൾ അതിൻ്റെ മുകളിൽ പൊടി എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാറിക്കിട്ടും. അപ്പോൾ നമുക്കിതുപോലെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതുപോലെ വറുത്തെടുക്കുമ്പോൾ നമ്മൾ തൊലി കളഞ്ഞിട്ട് വറുത്തെടുക്കുന്ന ആ ഒരു സ്മെല്ല് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇനി ഞാനിതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ തണ്ട് കളയാതെ കേട്ടോ വറുക്കുന്നത്. അപ്പോൾ അതും കൂടി നമുക്കിതിലേക്കൊന്ന് വറുത്തെടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കുറച്ച് വെളുത്തുള്ളിയാണ്, ഒരു 5-6 അല്ലി ഉണ്ടാവും. അപ്പോൾ അതും കൂടി നമുക്ക് വറുത്തിട്ട് ഇതൊപ്പം മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ വറുത്ത ഉള്ളിയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. അതുപോലെ വറ്റൽമുളകിൻ്റെ ആ തണ്ടൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ചുട്ടു വെച്ച തക്കാളിയുടെ തൊലി എല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് ഇതൊക്കെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വറ്റൽമുളകും ഇട്ടിട്ടുണ്ട്, പിന്നെ നമ്മൾ നേരത്തെ വറുത്തെടുത്ത വെളുത്തുള്ളി, അതുപോലെ തന്നെ ഉള്ളി. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ തക്കാളി നമ്മളിവിടെ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്തേക്കാം കേട്ടോ. ഇനി നമുക്ക് വേറെ ഒന്നും ഇതിലേക്ക് ചേർക്കേണ്ട, ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഉപ്പ് കൂടി ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തേക്കാം. ഇനി നമുക്ക് ഈ ചമ്മന്തി ഒന്ന് താളിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. അപ്പോൾ കറിവേപ്പിലയുടെ ആ ഒരു സ്മെല്ല് നല്ലൊരു ഫ്ലേവർ നൽകുമല്ലോ, അതുകൊണ്ടാണ്. പിന്നെ കുറച്ച് കടുകും കൂടെ ഒരു 1/2 ടീസ്പൂണോളം മതിയാവും. അപ്പോൾ കടുകും കൂടെ പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ അരച്ച് വെച്ച ആ തക്കാളി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആ തക്കാളി ഇല്ല കേട്ടോ, ചമ്മന്തി. അപ്പോൾ ആ ചമ്മന്തിയിൽ കുറച്ച് വാട്ടർ കണ്ടൻറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് പോയി അതിൽ എണ്ണയൊക്കെ തെളിയിക്കുന്നവരെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തേക്കാം. അപ്പോൾ അത്രയും മതി, ഒരുപാട് വഴണ്ടിട്ട് പോകണ്ട. ഒരുപാട് വഴണ്ടിട്ട് പോയാൽ വല്ലാണ്ട് അങ്ങനെ ഡ്രൈ ആയി പോകും നമ്മളുടെ ചമ്മന്തി. ഇതുപോലെ നമ്മൾ തക്കാളിക്ക് പകരം വാളംപുളി വെച്ചിട്ട് ചെയ്താലും വളരെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് രണ്ടിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്. ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. ഊണിന് നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.